അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 26 ചൊവ്വാഴ്ച. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് കരിമണൽ കമ്പനിയായ CMRL മാസപ്പടി നൽകിയെന്ന കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം തുടരാമെന്ന് കേരള ഹൈക്കോടതി. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് കമ്പനിയും ഉദ്യോഗസ്ഥരും സമർപ്പിച്ച ഹർജി കോടതി തള്ളി. ഇതോടെ മാസപ്പടി കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം തുടരും. CNG വില കിലോഗ്രാമിന് 2 രൂപ വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ CNG വിലയിൽ വരുത്തുന്ന 4ാമത്തെ വർധനവാണിത്. ഇതോടെ ഡൽഹിയിൽ 1 കിലോ CNGയുടെ വില 83.09 രൂപയായി. നോയിഡ, ഗ്രേറ്റർ നോയിഡ, ഗാസിയാബാദ് എന്നിവിടങ്ങളിൽ വില 91.70 രൂപയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി VD സതീശൻ 20 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തി. കഥകളി നർത്തകിയുടെ ശില്പം സതീശൻ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘവും മുഖ്യമന്ത്രിയെ അനുഗമിച്ചിരുന്നു. ഇന്നു തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ, നാളെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 5 സുരക്ഷാ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ഗൺമാൻ അനിൽ, പോലീസുകാരായ അരുൺ, വിപിൻ, സന്ദീപ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ അന്യായമായി ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചെന്നാണ് SIT റിപ്പോർട്ട്. മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കാനാണെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ. ഹൈക്കോടതിയിൽ കേസ് തുടരുന്ന 500-ലധികം ഭൂമികൾ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താലും കോടതിയുടെ തീർപ്പനുസരിച്ചാകും ഉടമസ്ഥാവകാശം നിലനിൽക്കുക. വഖഫ് ബോർഡിന് മുനമ്പത്തുകാരോട് വിദ്വേഷമല്ലെന്നും സഹതാപം മാത്രമാണെന്നും KS ഹംസ പറഞ്ഞു. സംസ്ഥാനത്തെ പരിപൂർണമായി അഴിമതി വിമുക്തമാക്കുന്നതിനായി പ്രോജക്ട് സീറോ പദ്ധതി ആവിഷ്കരിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എവിടെ അഴിമതി കണ്ടാലും പൊതുജനത്തിന് അറിയിക്കാൻ സംവിധാനം ഒരുക്കുമെന്നും രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വയനാട് മേപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ പുത്തുമല സ്വദേശി ജെസ്സി കൊല്ലപ്പെട്ടു. ഇന്ന് രാവിലെ ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോഴായിരുന്നു സംഭവം. ഭർത്താവ് ഷാജിക്കും പരിക്കേറ്റു. മരിച്ച ജെസ്സിയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ ഇന്നു തന്നെ കൈമാറും. കുടുംബത്തിലെ ആശ്രിതരിൽ ഒരാൾക്ക് താൽക്കാലിക ജോലിയും നൽകും. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന SFI KSU സംഘർഷത്തിൽ 10 SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. SFI പ്രവർത്തകർ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചുവെന്നും 30,000 രൂപ വില വരുന്ന പൊതുമുതൽ നശിപ്പിച്ചുവെന്നുമാണ് FIR. ഷുഹൈബ് വധക്കേസിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ആകാശ് തില്ലങ്കേരി അടക്കം 17 പ്രതികളുടെ ജാമ്യമായിരുന്നു ഇന്നലെ റദ്ദാക്കിയത്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവാണ് റദ്ദാക്കിയത്. റോഡ് നികുതി ഇളവ് ഉത്തരവ് പുതുക്കാൻ വൈകുന്നതിനാൽ KSRTCയുടെ ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഇതര സംസ്ഥാന യാത്രകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. നികുതി ഇളവിന്റെ കാലാവധി മാർച്ച് 31 അവസാനിച്ചതിനാൽ മാസം 47 ലക്ഷം രൂപ വരെ KSRTC നികുതിയായി അടക്കേണ്ടി വരും. ഉത്തരവ് വൈകാതെ തന്നെ പുതുക്കിയേക്കും. വീട്ടിൽ പോയി ചോദിക്ക് കടക്കുപുറത്ത് ഡാഷ് മോനെ പ്രതികരണങ്ങൾ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്ന് CPI മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം. ഉന്നത നേതാക്കൾ ഇടപെട്ട് ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തിയത് പരാജയത്തിന് കാരണമായെന്നും യോഗത്തിൽ വിമർശനം. മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനിരയായ ഹർഷിന സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു കേന്ദ്രത്തിൽ ഓഫീസ് അറ്റൻഡറായാണ് നിയമനം.
തന്നെ അവഗണിച്ചവർക്കുള്ള മറുപടിയാണിതെന്നും നീതി ലഭിച്ചെന്നും ഹർഷീന പ്രതികരിച്ചു. ഇന്നലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഹർഷീനയ്ക്ക് സർക്കാർ ജോലി നൽകാൻ തീരുമാനിച്ചിരുന്നു. വയനാട് മേപ്പാടിയിൽ ആക്രമണം നടത്തിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്ന് വയനാട് സൗത്ത് DFO ആഷിഖ് അലി. വനമേഖലയിലെ അടിക്കാട് വെട്ടും, തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുമെന്നും DFO വ്യക്തമാക്കി. ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചതോടെയാണ് ഇടപെടൽ. പൊതുമേഖലാ സ്ഥാപനമായ മലബാർ ഡിസ്റ്റിലറീസിൽ നിന്നുള്ള പുതിയ ബ്രാൻഡി മിന്നൽ മാജിക്കിന്റെ ഉൽപ്പാദനം നിർത്തിവച്ചു. ബിവറേജസ് കോർപ്പറേഷൻ MD MR അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. നവകേരള സദസ്സിനിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന കേസ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഈ വാദം. സുരക്ഷയൊരുക്കുന്ന ഔദ്യോഗിക കൃത്യനിർവഹണമാണ് ചെയ്തതെന്നും ഹർജിയിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ക്ഷേത്ര സന്ദർശനത്തിൽ ആചാരലംഘനമില്ലെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ MV ഗോപിനാഥ്. നിയമാനുസൃതം പാസ്സെടുത്താണ് മുഖ്യമന്ത്രി ക്ഷേത്ര ദർശനം നടത്തിയത്. മുഖ്യമന്ത്രി 5 പേർക്ക് നെയ്വിളക്ക് ചീട്ട് എടുത്താണ് ദർശനം നടത്തിയത്. കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നില്ല. തൊടാനാകാതെ മടങ്ങിയെന്ന് ഒരാൾ പോലും പരാതി പറഞ്ഞിട്ടില്ല. ജീവനക്കാരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയ ദേവസ്വം ബോർഡ് ചെയർമാൻ പറഞ്ഞു. വെർച്വൽ അറസ്റ്റ് ഭീഷണി മുഴക്കി റിട്ടയേർഡ് ഉദ്യോഗസ്ഥയിൽ നിന്ന് 60 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ 4 തമിഴ്നാട് സ്വദേശികൾ പിടിയിലായി. തമിഴ്നാട് സ്വദേശികളായ സെന്തിൽ, മണികണ്ഠൻ, തമിഴരശൻ, സെൽവൻ എന്നിവരെയാണ് വെൺമണി പോലീസ് അറസ്റ്റ് ചെയ്തത്. മുംബൈയിലെ സൈബർ ക്രൈം ഇൻസ്പെക്ടർ എന്ന വ്യാജേന ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാണ് പ്രതികൾ പണം തട്ടിയത്. ശബരിമല സ്വർണ്ണ കച്ചവട കേസിൽ അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയുടെ വിമർശനം. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കില്ല. തന്ത്രിക്കെതിരെ തെളിവില്ലെന്ന വിജിലൻസ് കോടതിയുടെ നേരത്തെയുള്ള പരാമർശങ്ങൾ നീക്കം ചെയ്യുമെന്ന് സർക്കാരിന്റെ അപ്പീലിൽ ഹൈക്കോടതി വാക്കാൽ പരാമർശിച്ചു. ഫോൺവിളി വിവാദത്തിൽ മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരെ അന്വേഷണം വേണമെന്ന് PV അൻവർ. ഇക്കാര്യം ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അൻവർ കത്ത് നൽകി. വണ്ടൂർ കാപ്പിലെ പ്രതിഷേധ പ്രകടനത്തിൽ UDF CPM പ്രവർത്തകർക്കെതിരെ വണ്ടൂർ പോലീസ് കേസെടുത്തു. അനുമതിയില്ലാതെ പ്രകടനം നടത്തിയതിനാണ് കേസ്. പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ കൈവെട്ടും, വെള്ള പുതപ്പിക്കും എന്നായിരുന്നു മുദ്രാവാക്യം. താരസംഘടന അമ്മയിലെ വ്യക്തിഹത്യയുമായി ബന്ധപ്പെട്ട് ടിനി ടോമിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് മുൻ എക്സിക്യൂട്ടീവ് അംഗം അൻസിബ. പോലീസിനും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകുമെന്നും ഇനി അമ്മയിൽ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും അൻസിബ പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാലിൽ തുളഞ്ഞുകയറിയ മരക്കഷ്ണങ്ങൾ നീക്കാതെ ശസ്ത്രക്രിയ നടത്തിയെന്ന പരാതിയിൽ റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ. ഭരതന്നൂർ സ്വദേശി V. മധുവാണ് ഗുരുതരമായ അനാസ്ഥയുടെ ഇരയായത്. കേരളത്തെ നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ സാക്ഷി വിസ്താരം പൂർത്തിയായി. 4 മാസത്തിലേറെയായി തുടർന്നു വന്നിരുന്ന വിചാരണ നടപടികളാണ് പാലക്കാട് ജില്ലാ 4ാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ പൂർത്തിയായത്. പ്രതിയായ ചെന്താമരയുടെ വിചാരണ ഈ മാസം 29-ന് നടക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. നേരത്തെ മണ്ണാർക്കാട് SC/ST കോടതി പ്രശോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. വഖഫിന്റെ ചെരുപ്പിനനുസരിച്ച് നീതിയുടെ കാലുമുറിക്കുമ്പോൾ ഇരകളേക്കാൾ വലിയ നിസ്സഹായ അവസ്ഥയിലാണോ തങ്ങളെന്ന് പുതിയ സർക്കാർ ആത്മപരിശോധന നടത്തണമെന്ന് കത്തോലിക്ക സഭാ മുഖപത്രമായ ദീപിക. വഖഫ് ബോർഡിന്റെ ഉമീദ് വിജ്ഞാപനം റദ്ദാക്കി മുനമ്പത്തെ വഖഫ് കുറ്റികൾ പറിച്ച് അറബിക്കടലിൽ എറിയണമെന്നും ദീപികയിലെ ലേഖനത്തിൽ പറയുന്നു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ, പേടിക്കാൻ
പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രഫ് 15 ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേണി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. 5 ഏക്കറിൽ താഴെ ഭൂമിയുള്ള ചെറുകിട കർഷകരുടെ സഹകരണ ബാങ്കുകളിലെ കാർഷിക കടങ്ങൾ തമിഴ്നാട് സർക്കാർ എഴുതിത്തള്ളി. തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ സിനിമകളുടെ പ്രദർശന സമയം വർദ്ധിപ്പിച്ചു. മുഖ്യമന്ത്രി വിജയ് നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളാണ് നടപ്പാക്കിയത്. വിദ്യാർത്ഥിക്ക് +2 ഫിസിക്സ് ഉത്തരപേപ്പർ മാറി നൽകിയെന്നും വീഴ്ച സംഭവിച്ചെന്നും സമ്മതിച്ച് CBSE. അപേക്ഷ നൽകിയ വേദാന്ത് എന്ന വിദ്യാർത്ഥിക്കാണ് സ്വന്തം ഉത്തരപേപ്പറിന് പകരം മറ്റൊരാളുടെ ഉത്തരപേപ്പർ ലഭിച്ചത്. ഡൽഹിയിൽ ക്വാഡ് രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം സമുദ്രഗതാഗതം, ഊർജ്ജ സുരക്ഷ, അവശ്യധാതുക്കളുടെ ലഭ്യത എന്നിവയിൽ പരസ്പര സഹകരണത്തിനുള്ള ചട്ടക്കൂടിന് രൂപം നൽകി. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി യോഗം ചർച്ച ചെയ്തു. പ്രശ്നപരിഹാരം വേഗമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സന്ദർശിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിൽ റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ അഭിജിത് ദീപ്കെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രാലയം CJPയുടെ എക്സ് അക്കൗണ്ട് പിൻവലിക്കാൻ ഉത്തരവിട്ടത്. കർണാടകയിൽ നേതൃമാറ്റ ചർച്ച സജീവമായിരിക്കെ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുന്നത് തടയാൻ നിർണായക നീക്കവുമായി സിദ്ധരാമയ്യ. മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറണമെന്ന് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ പകരം ഈ സ്ഥാനത്തേക്ക് G പരമേശ്വരയ്യയെ സിദ്ധരാമയ്യ ഉയർത്തിക്കാട്ടാനാണ് നീക്കം. ഉത്തർപ്രദേശിൽ കേന്ദ്രസേന റിക്രൂട്ട്മെന്റ് പരീക്ഷയ്ക്കിടെ സംഘർഷം. പരീക്ഷാ കേന്ദ്രത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെ ഇരട്ടി വിദ്യാർത്ഥികൾ എത്തിയതാണ് സംഘർഷത്തിന് കാരണം. സംഭവത്തെ തുടർന്ന് പരീക്ഷ റദ്ദാക്കി. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇന്ന് അറഫ മൈതാനിയിൽ ഒത്തുചേരും. നമീറ പള്ളിയിലെ പ്രഭാഷണത്തിനും പ്രാർത്ഥനകൾക്കും ശേഷം സൂര്യാസ്തമയത്തോടെ ഹാജിമാർ മുസ്ദലഫയിലേക്ക് നീങ്ങും. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഒമാനിലെ വിവിധ ജയിലുകളിൽ കഴിയുന്ന നിരവധി തടവുകാർക്ക് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് മാപ്പ് പ്രഖ്യാപിച്ചു. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ 382 തടവുകാരെയാണ് സുൽത്താന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം മോചിപ്പിക്കുന്നത്. യുക്രൈനിലേക്ക് ആക്രമണം ശക്തമാക്കുമെന്നും വിദേശികൾ കീവ് വിടണമെന്നും റഷ്യയുടെ മുന്നറിയിപ്പ്. ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളും സർക്കാർ ഓഫീസുകളും ആക്രമിക്കുമെന്നാണ് മുന്നറിയിപ്പ്. എബോള വൈറസ് വ്യാപനം അതിവേഗത്തിലാണെന്ന് ലോകാരോഗ്യ സംഘടന. DR കോങ്കോയിലും ഉഗാണ്ടയിലുമായി ഇതുവരെ 220 പേർ മരിച്ചു. DR കോങ്കോയുമായി അതിർത്തി പങ്കിടുന്ന മറ്റ് രാജ്യങ്ങളിലും ഉയർന്ന അപകട സാധ്യതയെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസണിലെ ആദ്യ ഫൈനലിസ്റ്റിനെ ഇന്നറിയാം. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആദ്യ ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ധരംശാലയിൽ രാത്രി 7:30 കളി തുടങ്ങുക. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.